വെൽക്കം ടു NCERT +1 ആൻഡ് +2 ഫിസിക്സ്. അപ്പോൾ നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്സ് അതിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിന്റെ ബാക്കിയുള്ള സമ്മറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. Heat engine is a device in which system undergoes a cyclic process resulting in conversion of heat into work. If Q1 is the heat absorbed from source, Q2 is the heat released to the sink. Okay, ഈ ടേംസ് ഒന്നും നമ്മൾ ഇന്നലെ യൂസ് ചെയ്തില്ല. സോഴ്സ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ റിസർവയറും സിങ്ക് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ റിസർവയറും. ഓക്കെ, and the work output in one cycle is W. The efficiency of the engine is given by E. Efficiency is the output by input, that is the work by the heat absorbed, which is given by 1 minus Q2 by Q1. And in a refrigerator or a heat pump, the system extracts heat Q2 from the cold reservoir and releases Q1 amount of heat to the hot reservoir with work done on the system. The coefficient of performance of a refrigerator is given by, which is given by alpha. So the work, which is the amount of heat which it is received from the cold reservoir, is Q2. So it is ഇവിടെ ഇത് coefficient of performance എന്ന് പറഞ്ഞാൽ അത് പെർഫോം ചെയ്യുന്നത് കോൾഡ് സബ്സ്റ്റൻസിൽ നിന്ന് ഹീറ്റ് എക്സ്ട്രാക്ഷൻ ആണ്. സോ അതുകൊണ്ട് ഇറ്റ് is Q2 divided by the work done. That is the coefficient of performance, which is given by Q2 by work done is Q1 minus Q2. അപ്പം ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ നെക്സ്റ്റ് സെക്ഷനായ 12.11 വിച്ച് ഇസ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ലോയ്ക്ക് നമുക്കറിയാം ഹീറ്റ് എത്രമാത്രം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുവോ അത് ഒരു ഭാഗം സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ടും മറ്റേ ഭാഗം ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ബേസിക്കലി ഫസ്റ്റ് ലോ എന്ന് പറയുന്ന ഒരു എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ് അതിൻ്റെ ഇത് വരുന്നത്. അപ്പം ഇത് സാധാരണയായിട്ടുള്ള സോ ഫസ്റ്റ് ലോ ഡീൽസ് വിത്ത് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കൺസർവേഷൻ ആണ് ഈ ഫസ്റ്റ് ലോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഈ ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എനർജി കൺസർവേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. അപ്പം സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഫസ്റ്റ് ലോ അനുസരിച്ച് എനർജി കൺസേർവ്ഡ് ആവുന്ന ഏതൊരു പ്രോസസ്സും പോസിബിൾ ആണ്. എന്നാൽ പല കാര്യങ്ങളും അങ്ങനെ ആണെങ്കിൽ പോലും നടക്കുന്നില്ല. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പം ഒരു ബുക്ക് ഒരു ടേബിളിലേക്ക് കിടക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരു ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത്, കൺസർവേഷൻ ഓഫ് എനർജി ആണെന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ എനർജി കൺസർവേഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് പോസിബിൾ ആണ് അങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല. സോ അതിന്റെ അർത്ഥം എന്തോ ഒരു അഡീഷണൽ റെസ്ട്രിക്ഷൻ അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിനൊരു പക്ഷെ ജമ്പ് ചെയ്യായിരിക്കും. എപ്പോഴാണ് അതിന് ജമ്പ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം ഈ ബുക്ക് ടേബിളിൽ കിടക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിൾ. അപ്പൊ ആ ടേബിളിൽ കിടക്കുന്ന ആ ടേബിള് അങ്ങ് പെട്ടെന്ന് കൂൾ ചെയ്യണം, തണുക്കണം. അപ്പം അതിന്റെ കുറെ ഭാഗം അങ്ങനെ തണുക്കുമ്പോൾ അതിന്റെ ഇന്റേണൽ എനർജി കുറയുകയും അതിന്റെ കുറെ ഭാഗം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് പറ്റും? മെക്കാനിക്കൽ എനർജി ആവും, ബുക്കിന്റെ മെക്കാനിക്കൽ എനർജി ആവും. എന്നിട്ട് അതെന്ന് പറയുന്നത് ബുക്കിനെ ആ ഒരു എനർജി കാരണം ബുക്ക് ഒരു ഹൈറ്റ് വരെ അതിന് ജമ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ജമ്പ് ഒരു എത്രമാത്രം ഹൈറ്റ്, അതിന് എത്രമാത്രം മെക്കാനിക്കൽ എനർജി അതിന് കിട്ടിയിട്ടുണ്ടോ അത്രമാത്രം ഹൈറ്റ്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിക്ക് വരാവുന്ന അത്രയും ഹൈറ്റിൽ അതിന് ജമ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇത് ശരിക്കും സാധാരണഗതിയിൽ സംഭവിക്കുന്നില്ല. അപ്പൊ എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി കൺസർവേഷൻ എന്ന പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആയാൽ മാത്രം പോരാ, മറ്റു ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം അതാണ് അതിന് കാണിക്കുന്നത്. തന്നെ ഇതൊരു ഇങ്ങനെ പ്രോസസ് ഇങ്ങനത്തെ എനർജി കൺസേർവ്ഡ് ആയി നടക്കാൻ പറ്റുന്ന പ്രോസസ്സുകൾ അങ്ങനെ യൂണിവേഴ്സിൽ സംഭവിക്കാത്തതുകൊണ്ട് തന്നെ എന്താണ് ഈ നേച്ചറിൽ മറ്റൊരു എന്തോ ഒരു അഡീഷണൽ പ്രിൻസിപ്പിൾ ഉണ്ട്. ഓക്കെ, കൺസർവേഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്താലും മറ്റൊരു പ്രിൻസിപ്പിളും കൂടി സാറ്റിസ്ഫൈ ചെയ്താലേ ഇങ്ങനത്തെ കാര്യങ്ങളും നടക്കുള്ളൂ. പക്ഷെ നമ്മൾ വരുന്ന മറ്റൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്
ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൺസിസ്റ്റന്റ് ആയിട്ട്, അത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന പല പ്രോസസ്സുകളെയും ഈ സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിസലോ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്ന ഒരു സാധനമാണ്. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് ഫസ്റ്റ് ലോ അനുസരിച്ച് അത് എനർജി കൺസേർവ്ഡ് ആണെങ്കിൽ നടക്കാവുന്ന പല പ്രോസസ്സും പക്ഷെ നടക്കാൻ സാധിക്കാതെ ഫോർബിഡൻ ചെയ്യിപ്പിക്കുന്നത് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ വരാൻ പോവാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററിനെയും കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഹീറ്റ് എഞ്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ നമ്മളൊരു എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് നമ്മൾ ജസ്റ്റ് കണ്ടുള്ള എഫിഷ്യൻസി ഡിറൈവ് ചെയ്തു. വി ഹാവ് ഡിറൈവ് ദ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ. അതുപോലെ ഇപ്പൊ റെഫ്രിജറേറ്ററിന്റെയും അതുപോലെ തന്നെ ഹീറ്റ് പമ്പിന്റെയും കേസിൽ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഡിറൈവ് ചെയ്തിരുന്നു. അപ്പൊ ഈ എഫിഷ്യൻസിക്കും ഈ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസിനും ഒരു ലിമിറ്റേഷൻ കൊടുക്കുന്ന ആളാണ് ഈ സെക്കൻഡ് ലോ. അപ്പം നമുക്കറിയാം നമ്മളുടെ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗിവൺ ബൈ 1 - Q2/Q1. നമ്മൾ ഈ ഫോമുല ഇന്നലെ കണ്ടതാണ്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഈ ഒരു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഈ എഫിഷ്യൻസി ഓഫ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും യൂണിറ്റി ആവില്ല. ദാറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈ ഈറ്റ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും 1 ആവത്തില്ല. അപ്പൊ 1 ആവുക എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, എത്രമാത്രം ഹീറ്റ് ആണോ അതിനെ അബ്സോർബ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടും വർക്കായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം സെക്കൻഡ് ലോ അനുസരിച്ച് നടക്കത്തില്ല. അതായത് നമുക്ക് ഇപ്പം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഈറ്റ എന്ന് പറയുന്ന ഈറ്റ 1 ആവണമെങ്കിൽ ദാറ്റ് മീൻസ് Q2 എന്ന് പറഞ്ഞ 0 ആവണം. അത് Q2 ഇറ്റ് ഷുഡ് ബി 0 ഫോർ ഈറ്റ ടു ബി 1. അപ്പോഴത്തേക്കും ദാറ്റ് മീൻസ് Q2 എന്ന് പറഞ്ഞാൽ കോൾഡ് റിസർവോയറിലേക്ക് എത്രമാത്രം ഹീറ്റ് ആണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് Q2. അതൊരു കാരണവശാലും എന്താണ് 0 ആകത്തില്ല അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് റെഫ്രിജറേറ്ററിന് വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോയുടെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ആൽഫ can never be infinite. Okay, alpha can never be infinite. അത് ഭയങ്കരമായ ഒരു കോഎഫിഷ്യന്റ് പെർഫോമൻസ് നൽകുന്ന ഒരു റെഫ്രിജറേറ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സോ നമ്മുടെ ഇക്വേഷൻ ഫോർ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു Q2/W. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഈ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഇൻഫിനിറ്റി ആവണമെങ്കിൽ W എന്ന് പറയുന്നത് 0 ആവണം. W എന്ന് പറയുന്നത് here W is the external work done on the system ആണ് W, external work done on the system. അപ്പം ഈ എന്താണ്, ഒരിക്കലും ഇപ്പം റെഫ്രിജറേറ്ററിന്റെ അകത്ത് എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഒരു കോൾഡ് റിസർവോയറിന്ന് ഒരു ഹോട്ട് റിസർവോയറിലേക്കുള്ള ഹീറ്റ് ട്രാൻസ്ഫറൻസ് ആണ്. അപ്പം ഈ എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിലേക്ക് ചെയ്യുന്ന വർക്ക് 0 ആവുന്ന കേസിൽ ഇങ്ങനൊരു കാര്യം ഒരു കാരണവശാലും നടക്കത്തില്ല. ഇത് പോസിബിൾ ആവണമെങ്കിൽ അത് കോൾഡ് റിസർവയറിന് ഹോട്ട് റിസർവയറിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എക്സ്റ്റേണൽ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പം ഇങ്ങനത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സെക്കൻഡ് ലോയെ നിർവചിക്കുന്നത്. അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ കെൽവിൻ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. അത് കെൽവിനും പ്ലാങ്കും കൂടി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഇസ് എ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പെർഫെക്റ്റ് ഹീറ്റ് എഞ്ചിൻ. ഒരിക്കലും ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് 2 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത്. എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കെൽവിൻ ആൻഡ് പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് അനുസരിച്ചിട്ടാണ് നോ പെർഫെക്റ്റ് ഹീറ്റ് എഞ്ചിൻസ് എക്സിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഒരിക്കലും 100% എഫിഷ്യൻസി ഉള്ള ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. 100% എഫിഷ്യൻസി ഉണ്ടാവില്ല. ഇനി അടുത്ത മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു പെർഫെക്റ്റ് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിനൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ 2 കാരണങ്ങൾ എന്താന്ന് പറയാം. അപ്പം ഈ ഒരു ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ ഒരു ഹീറ്റ് പമ്പോ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ നിന്നും ആ ഒരു ഒബ്സർവേഷൻ മനസ്സിലാവും. അപ്പൊ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
അത് ബേസിക്കലി അത് പറയുന്നത് ഒരിക്കലും ഒരു കാരണവശാലും ഒരു ഹീറ്റ് ഒരു റിസർവോയറിൽ നിന്ന് എടുത്തിട്ട് ആ ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ടും വർക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് നോ പ്രോസസ് ഈസ് പോസിബിൾ. ഇത് അങ്ങനെ ഒരു പ്രോസസ്സ് ഒരു കാരണവശാലും സാധ്യമല്ല. whose sole result അതിന്റെ മൊത്തമായ എഫക്റ്റ് എന്ന് പറയുന്നത് is the absorption of heat from a reservoir, and ഇത് ഒരു റിസർവയറിന്റെ അകത്തുനിന്ന് ഹീറ്റ് എടുക്കുകയും and the complete conversion of heat into work. ആ എടുത്ത ഹീറ്റ് മുഴുവനായിട്ടും വർക്കായിട്ട്, അത് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കില്ല. കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും എന്താണ് ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും. അതിപ്പം നമ്മൾ ഹോട്ട് റിസർവറിൽ നിന്ന് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആണ് എടുക്കുന്നത്, എന്നിട്ട് W എന്ന് പറഞ്ഞ വർക്ക് ചെയ്യും. പക്ഷെ ഈ പ്രോസസ്സിൽ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് നഷ്ടമാകുന്നുണ്ട്. അപ്പൊ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും Q1 മൈനസ് Q2 എന്ന് പറയുന്ന ഹീറ്റാണ് നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് പറയുന്നത് എപ്പോഴും ഹീറ്റ് ലോസ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിൾ ആണ്. അല്ലാതെ അബ്സോർബ് ചെയ്യുന്ന ഒരു ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൽ നിന്ന് ഒരു കാരണവശാലും വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. ഹീറ്റ് ലോസസ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നുള്ളതാണ്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു പെർഫെക്റ്റ് ഹീറ്റ് എഞ്ചിൻ, അത് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന 100% എഫിഷ്യൻസി നൽകുന്ന ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവില്ല. ഇനി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രോസസ്സ് സാധ്യമാവില്ല. അതായത് എങ്ങനെയുള്ള പ്രോസസ്സ്, ഒരു കോൾഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഒരു പ്രോസസ്സ് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ദാറ്റ് ഈസ് നോ പ്രോസസ് ഈസ് പോസിബിൾ. ഓക്കെ, ഇങ്ങനൊരു പ്രോസസ്സ് പോസിബിൾ അല്ല. whose sole result is, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് is the transfer of heat from a colder object to a hotter object. അതൊരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്നും ഒരു ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഒരിക്കലും ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്, ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ ഒരു ഹീറ്റ് പമ്പ് ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ പഠിച്ച റെഫ്രിജറേറ്ററിൽ വർക്കിങ്ങിലും ഹീറ്റ് പമ്പിലും വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്ക് എക്സ്റ്റേണൽ വർക്ക് ചെയ്തിട്ടാണ് അവിടെ കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കണ്ടത്. ഓക്കെ, അപ്പം ഇത് രണ്ടും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നും. ബട്ട് ദിസ് ബോത്ത് ആർ ദ എസൻസ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മൾ സെക്കൻഡ് ലോയ്ക്ക് എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇത് കാണുമ്പം രണ്ടും രണ്ടായിട്ട് തോന്നും. ഓക്കെ, പക്ഷെ ബേസിക്കലി ഇത് രണ്ടും ഇക്വലന്റ് ആണ്. അപ്പം ഇത് രണ്ടും ഇക്വലന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം ഈ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒബേ ചെയ്യുന്നില്ല എങ്കിൽ അത് ഒബ്വിയസ്ലി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഒബേ ചെയ്യത്തില്ല. അപ്പൊ അത് രണ്ടും അങ്ങനെ കണക്റ്റഡ് ആണ്. അതിന്റെ എസൻസ് രണ്ടിന്റെ അകത്തും ഒരേപോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ കോമ്പിനേഷൻ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മളുടെ റെഫ്രിജറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. അപ്പൊ ഇത് നോക്കൂ, നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഹീറ്റ് എഞ്ചിൻ നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഹീറ്റ് എഞ്ചിനിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഇവിടെ ഒരു ഇഫ് യു ആർ ഹാവിങ് ഒരു ഹോട്ട് റിസർവർ ഉണ്ട്. ആ ഹോട്ട് റിസർവറിന്റെ ടെമ്പറേച്ചർ ആണ് T1. ദിസ് ഇസ് അവർ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു കോൾഡ് റിസർവർ. ഓക്കെ, ദാറ്റ് ഇസ് അറ്റ് ടെമ്പറേച്ചർ T2. അപ്പം എങ്ങനെയാണ് ഹീറ്റ് എഞ്ചിനിൽ എന്താ സംഭവിക്കുക, ഈ ഹോട്ട് റിസർവറിൽ നിന്നും Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് വർക്കിംഗ് സബ്സ്റ്റൻസ് എടുക്കുന്നു. എന്നിട്ട് അത് എന്താണ്, അതിനൊരു ഡിസിപ്പേഷൻ Q2 എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അത് ഡിസിപ്പേറ്റ് ചെയ്യും. അത് ഒരു കോൾഡ് റിസർവറിലേക്ക് പോകും. ബാക്കിയുള്ള ഭാഗം വർക്കായിട്ട്
ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിക്കേ, Q1 സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് W Q2 ആവുന്നത്. ദാറ്റ് ഈസ് Q1 ആണ് Q2 പ്ലസ് W. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഹീറ്റ് എഞ്ചിനിൽ സംഭവിക്കാം. ഇനി നമ്മുടെ റെഫ്രിജറേറ്ററിൽ സംഭവിക്കുന്നത് എന്താണ്? റെഫ്രിജറേറ്ററിൽ സംഭവിക്കുന്ന ഇതേപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. സോ റെഫ്രിജറേറ്ററിൽ സംഭവിക്കുന്ന ഹിയർ വി ഹാവ് ദ ഹോട്ട് റിസർവർ. അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ T1. Okay, reservoir. And here you have the working substance. Here you have the cold reservoir. ഇവിടെയാണ് നമ്മുടെ കോൾഡ് റിസർവയർ ഉള്ളത്. അത് ദാറ്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് T2. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഹിയർ. കോൾഡ് റിസർവയറിന് വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയും എന്നിട്ട് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഈ കോൾഡ് സബ്സ്റ്റൻസ് റിസർവയറിന് ഹോട്ട് റിസർവയറിലേക്ക് ഒരു Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആവും. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സോ ഹിയർ ഓൾസോ യു സി ഡബ്ല്യുവും Q2 കൂടെയുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ആ സംഭവമാണ് ദാറ്റ് ഇസ് ദ ഹീറ്റ് വിച്ച് ഇസ് Q1. അതാണ് ഹോട്ട് റിസർവയറിലേക്ക് ട്രാൻസ്ഫർ ആണ്. സോ ഇവിടെയും വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ Q1 മൈനസ് Q2 ആണ് ബോത്ത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഈ വയലേഷൻ എന്താണെന്നുള്ളത് ചിന്തിക്കാം. വയലേഷൻ ഓഫ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, സെക്കൻഡ് ലോ അനുസരിച്ച് എന്താണ് നടക്കാൻ പറ്റില്ലാത്തത് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. കെൽവിൻ, ഇത് പിക്ടോറിയൽ റെപ്രസെന്റേഷൻ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിലെന്താണ് അത്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണെങ്കിൽ ഈ ഡയഗ്രത്തിലൂടെ എങ്ങനെ നമുക്ക് നോക്കാമെന്ന് ചിന്തിക്കാം. അതായത് now you have here the hot reservoir. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളുടെ hot reservoir ഉണ്ട് which is the temperature T1 and you have here the working substance. ഇവിടെ നമുക്ക് ഒരു cold reservoir ആണുള്ളത്. ആ cold reservoir is at temperature T2. അപ്പം കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഹോട്ട് റിസർവയറിന്ന് ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് അത് വർക്ക് മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് ഇങ്ങോട്ടൊരു എന്താണ് ഹീറ്റ് ലോസ് ഇല്ലാതെ വർക്ക് മാത്രമായിട്ട് എന്താണ് കൺവേർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് മൊത്തത്തിലുള്ള ഈ വർക്ക് എന്ന് പറയുന്നത് ഹീറ്റ് മൊത്തം അബ്സോർബ് ചെയ്ത് കംപ്ലീറ്റ്ലി W ആയിട്ട് ട്രാൻസ്ഫർ ആവുന്ന ഒരു പ്രോസസ്സ് സാധിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കത്തില്ല. ഓക്കെ, ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണ് നമുക്ക് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നത്. കാര്യം ഇങ്ങോട്ട് Q2 എന്ന് പറയുന്ന ഹീറ്റ്, അത് ഹീറ്റ് ലോസ് ഇവിടെ കാണിക്കുന്നില്ല, സംഭവിക്കുന്നില്ല. ഓക്കെ, സോ ഇങ്ങനൊരു കാര്യം നടക്കത്തില്ല. ഇനി നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് വയലേഷൻ നമ്മളൊരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഓക്കെ, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ. സോ നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. യു ഹാവ് ഹിയർ ദ ഹോട്ട് റിസർവയർ which is at temperature T1. Here you have the working substance and here you have the cold reservoir which is at a temperature of T2. അപ്പം അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഒരു കോൾഡ് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഹോട്ട് ഒബ്ജക്റ്റിലേക്ക് ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തില്ലെന്ന്. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം. അതായത് കോൾഡ് ഒബ്ജക്റ്റിന് ഇപ്പൊ Q2 എന്ന് പറയുന്നത് ആണ് ഒരു ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടക്കുമെങ്കിൽ അത്രയും തന്നെ ഹീറ്റ് ഇങ്ങോട്ടും പോകുന്നു. ഇങ്ങനൊരു പ്രോസസ്സ് എന്താണ്, ഇങ്ങനെ ഒരിക്കലും നടക്കത്തില്ല എന്നാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എത്രമാത്രം ഹീറ്റാണ് കോൾഡ് റിസർവയറിന് അത്രയും ഹീറ്റ് ഒരു ഹോട്ട് റിസർവയറിലേക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല എന്നാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ അതിന്റെ വയലേഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹീറ്റ് എഞ്ചിന്റെയും ഒരു റെഫ്രിജറേറ്ററിന്റെ ഒരു കോമ്പിനേഷൻ നമുക്ക് ചിന്തിക്കാം. ഒരു ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ കോമ്പിനേഷൻ. ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം, ഒരുമിച്ചിട്ട്. സോ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ആ ഹീറ്റ്, എന്നിട്ട് എന്താണ് ഇവിടെ ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ കോമ്പിനേഷൻ ഇൻ വിച്ച് ഹീറ്റ് എഞ്ചിൻ വയലേറ്റ്സ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് എഞ്ചിൻ
നമ്മൾ വയലേറ്റ് ഹീറ്റ്, ഈ ഒരു ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററിനുള്ള കോമ്പിനേഷൻ ആണ്. ഇവിടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹീറ്റ് എഞ്ചിൻ വയലേറ്റ് ചെയ്യുന്നു, അത് നമ്മൾ നോക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് then which implies it violates Clausius statement also. അത് ഇൻഹെറന്റ് ആയിട്ട് അത് വയലേറ്റ് ചെയ്യാൻ പോകുന്നത് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. പക്ഷെ അത് ഇൻഫാക്ട് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആ രണ്ട് സ്റ്റേറ്റ്മെന്റും, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും കാണുമ്പം വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ല. ഒരെണ്ണം വയലേറ്റ് ചെയ്താൽ മറ്റതും ഓട്ടോമാറ്റിക്കലി ഇവിടെ വയലേറ്റ് ആവും. അത് ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടി നമ്മളൊരു ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ കോമ്പിനേഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ നമുക്ക് മാത്രമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഹീറ്റ് എഞ്ചിൻ വിച്ച് വയലേറ്റ്സ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അത് ആദ്യം നമുക്കൊന്ന് പിക്ടോറിയലി ഒന്ന് കാണിക്കാൻ പോവാണ്. അപ്പൊ പിക്ടോറിയലി എങ്ങനെയാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോ ജസ്റ്റ് കണ്ടതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ സെയിം പിക്ചർ, ഈ ഫസ്റ്റ് പിക്ചർ വയലേറ്റ് ചെയ്യുന്ന സാധനം, അതായത് we have the hot reservoir which is at temperature T1. Here you have the working substance and you have the cold reservoir. So ഇവിടുന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് Q1 amount of heat absorb ചെയ്യുന്നു, കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ എന്താണ് വയലേഷനായി. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇപ്പൊ ഇവിടുന്ന് ഈ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വർക്ക് ഉണ്ടല്ലോ, ആ വർക്ക് ഒരു റെഫ്രിജറേറ്റർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുവാണ്. ഓക്കെ, സോ നൗ നമ്മൾ ഹീറ്റ് എഞ്ചിൻ, ഈ പർട്ടിക്കുലർ ഹീറ്റ് എഞ്ചിൻ റെഫ്രിജറേറ്റർ കോമ്പിനേഷൻ നമുക്ക് നോക്കാം. അപ്പം ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഈ കിട്ടുന്ന വർക്ക് റെഫ്രിജറേറ്ററിനെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ സൈക്കിൾ നോക്കാം. സോ ഹിയർ യു ഹാവ് ദ ഹോട്ട് റിസർവർ അല്ലേ. ഇവിടെ നമ്മുടെ ഹോട്ട് റിസർവർ ആണല്ലോ, വിച്ച് ഈസ് എ ടെമ്പറേച്ചർ T1. ഹിയർ യു ഹാവ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ആൻഡ് ഹിയർ യു ഹാവ് ദ കോൾഡ് റിസർവർ വിച്ച് ഈസ് എ ടെമ്പറേച്ചർ T2. ഇപ്പൊ നമുക്ക് കണ്ടതെന്ന് ഇതാക്കാം. സോ ഇവിടെ നമ്മൾ കണ്ടത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ്, ആ ഒരു ഹീറ്റ് എഞ്ചിൻ നിന്നുള്ള വർക്കാണ് നമ്മൾ റെഫ്രിജറേറ്റർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഹോട്ട് റിസർവറിന് Q1 amount of ഹീറ്റ് എടുക്കുന്നു, കംപ്ലീറ്റ്ലി അതിനെ വർക്കായിട്ട് മാറ്റുന്നു. സോ ആ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോൾഡ്, അപ്പൊ ദാറ്റ് വർക്ക് ഈസ് ഈക്വൽ ടു വാട്ട്, Q1. വർക്ക് എന്ന് പറഞ്ഞാൽ Q1 തന്നെയാണല്ലോ, കംപ്ലീറ്റ് ട്രാൻസ്മിഷൻ. ഈ വർക്ക് ഒരു കോൾഡ് ഒരു റെഫ്രിജറേറ്റർ ഡ്രൈവ് ചെയ്യാൻ എടുക്കുക, റെഫ്രിജറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഈ വർക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ ഹൗ ഇറ്റ് വിൽ ബി, റെഫ്രിജറേറ്ററിന്റെ സൈക്കിള് കോൾഡ് റിസർവറിന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വർക്ക് ഹിയർ. ഈ വർക്ക് എന്ന് പറയുന്നത് കോൾഡ് റിസർവറിനെ സംബന്ധിച്ച്, ഈ വർക്ക് എന്ന് പറയുന്നത് കോൾഡ് റിസർവർ ഇതിന്റെ റെഫ്രിജറേറ്റർ, അതായത് ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് വയലേറ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ലോ വയലേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടുത്തെ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ ആള് കെൽവിൻ പ്ലാങ്ക് എന്താണ് സെക്കൻഡ് ലോ വയലേറ്റ് ചെയ്യുന്നില്ല. റെഫ്രിജറേറ്ററിന്റെ സെക്കൻഡ് ലോയിലേക്ക് അടങ്ങുന്ന ആ എസൻസ് എന്ന് പറയുന്നത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ഇത് വയലേറ്റ് ചെയ്യുന്നില്ല. അതായത് ദാറ്റ് മീൻസ് കോൾഡ് റിസർവോയറിൽ എന്ത് സംഭവിക്കുന്നു, കോൾഡ് റിസർവോയറിന് ആ വർക്കിംഗ് സബ്സ്റ്റൻസിൽ എന്താണ്, കോൾഡ് റിസർവോയറിനെ സംബന്ധിച്ച് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിൽ, സോ യു ക്യാൻ ഇവിടെ നമ്മുടെ എന്താണ്, ഇവിടെ നമുക്ക് അഗെയിൻ വർക്കിംഗ് സബ്സ്റ്റൻസിലാണ് കേട്ടോ. സോ സി വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. പടം അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. സോ ഹിയർ യു ഹാവ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഇത് സെയിം ആണ് കേട്ടോ, ഞാൻ ഇതിങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. സോ ഓക്കെ, വർക്കിംഗ് സബ്സ്റ്റൻസിൽ തന്നെ അത് ഈ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഹിയർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ദ സബ്സ്റ്റൻസ് ആയിട്ട്, വർക്കിംഗ് സബ്സ്റ്റൻസിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട്, സെക്കൻഡ്, അപ്പം നമ്മുടെ എന്താണ് ഈ ഒരു
ഈ വർക്ക്, അത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് വർക്ക്, അത് ഈ ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ആള് കൺവേർട്ട് ചെയ്ത് ആ വർക്ക് എന്ന് പറയുന്നത് ഒരു റെഫ്രിജറേറ്ററിന് ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇതിന്റെ അകത്തേക്ക് വരുന്ന ആ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ദറ്റ് ഇസ് Q1 ആണ്. Q1 amount ഓഫ് വർക്ക്, അതാണ് ഈ റെഫ്രിജറേറ്ററിനെ ഡ്രൈവ് ചെയ്യുന്നത്. സോ റെഫ്രിജറേറ്ററിൽ എന്താ സംഭവിക്കുക? ഇറ്റ് എക്സ്ട്രാക്ട്സ്, അത് അതിന്റെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വർക്ക് ചെയ്യാണ്. സോ ഇത് Q2 amount ഓഫ് ഹീറ്റ് ഇവിടുന്ന് എടുക്കുന്നു, കോൾ റിസർവയറിൽ നിന്ന് എടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇതില് നമ്മൾ നോക്കുക, ഇവിടെയാണ് നിങ്ങൾ വ്യക്തമായിട്ട് ഇതെല്ലാം പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഈ Q1 എന്ന് പറയുന്ന ഹീറ്റ് ആണ് റെഫ്രിജറേറ്റർ ഹോട്ട് റിസർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദാറ്റ് ഇസ് സം ഓഫ് W പ്ലസ് Q2. ഓക്കെ, ദാറ്റ് ഇസ് സം ഓഫ് W പ്ലസ് Q2. അപ്പൊ ഇവിടെ അങ്ങനെ Q1ലേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് ഈ ഹോട്ട് റിസർവറിലേക്ക് പോകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് W പ്ലസ് Q2. W എന്ന് പറയുന്നത് W പ്ലസ് Q2. ഇപ്പൊ W എന്ന് പറയുന്നത് എന്താണ്? Q1 തന്നെയാണ്. ഓക്കെ, ബിക്കോസ് ഹീറ്റ് എഞ്ചിൻ ഈസ് വയലേറ്റിംഗ് ദ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. സോ Q1 പ്ലസ് Q2 എന്ന് പറഞ്ഞ ഹീറ്റ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിക്കേ, ഹോട്ട് റിസർവോയർ അത് അങ്ങോട്ട് കൊടുക്കുന്നത്, അത് അങ്ങോട്ട് കൊടുക്കുന്ന, പുറത്തേക്ക് കൊടുക്കുന്ന ഹീറ്റ് Q1ഉം അത് റിസീവ് ചെയ്യുന്ന Q1 പ്ലസ് Q2 എന്ന് പറഞ്ഞ ഹീറ്റ് ആണ്. അപ്പൊ നെറ്റ് ഹീറ്റ് റിസീവ്ഡ് ബൈ ഹോട്ട് റിസർവോയർ എന്താന്ന് നമുക്ക് നോക്കാം. നെറ്റ് ഹീറ്റ് റിസീവ്ഡ് ബൈ ഹോട്ട് റിസർവോയർ. അപ്പൊ ഹോട്ട് റിസർവോയർ നെറ്റ് ആയിട്ട് അതിന് എത്രമാത്രം ഹീറ്റ് ആണ് അത് റിസീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് കൊടുക്കുന്നത് Q1, അത് വാങ്ങിക്കുന്നത് Q1 പ്ലസ് Q2, വാങ്ങിക്കുന്ന Q1 പ്ലസ് Q2, അത് കൊടുക്കുന്നത് Q1 പുറത്തേക്ക്. സോ ഈ Q1ഉം Q1ഉം ക്യാൻസൽ ആയിപ്പോയി, ദാറ്റ് ഇസ് Q2 എന്ന് വരും. ദാറ്റ് മീൻസ് എന്താണ്? നെറ്റ് Q2 എമൗണ്ട് ഇങ്ങനെ, അത് കോൾഡർ റിസർവറിൽ നിന്ന് വരുന്നത് Q2, ട്രാൻസ്ഫർ ചെയ്യുന്നതും Q2. നോക്കുക, കോൾഡർ റിസീവർ എന്ന് കൊടുക്കുന്നത് Q2, അത് ഹോട്ട് റിസർവറിലേക്ക് റിസീവ് ചെയ്യുന്ന Q2 ആണെങ്കിൽ അവിടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണ്. നമ്മൾ പിക്ചറൽ റെപ്രസെന്റേഷൻ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിന്റെ വയലേഷൻ ആണ് ഇവിടെ നടന്നത്. അപ്പം എന്താണ്? ഏതെങ്കിലും ഒരു വയലേഷൻ ഓഫ് വൺ ലോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി വയലേഷൻ ഓഫ് അതർ ലോയും ചെയ്യണം. സിമിലർലി നമുക്ക് തിരിച്ചും പ്രൂവ് ചെയ്യാം. അതായത് ഇപ്പം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്, അത് ഏതെങ്കിലും ഒരു ഡിവൈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി അത് എന്താണ്? കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിനെ വയലേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.